ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓറഞ്ച് സോൺ. ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഒരു ആൾട്രോസ് XT വേരിയൻ്റ് ആണ്, 2021 മോഡൽ. ഏകദേശം ഇപ്പോൾ ഒരു 6 മാസത്തിന് മുകളിലായി ഞാനത് യൂസ് ചെയ്യുന്നു. ഒരു 10,000 കിലോമീറ്റേഴ്സിന് മുകളിൽ ഇപ്പോൾ ഓടിച്ചു കഴിഞ്ഞു. ഇത് ആക്ച്വലി എൻ്റെ അളിയൻ്റെ വണ്ടിയാണ്. അദ്ദേഹം ആർമിയിലായതുകൊണ്ട് എന്നെ ഏൽപ്പിച്ച് പോയെന്നാണ്. അപ്പോൾ ഇതിൻ്റെ സർവീസ്, അതേപോലെ തന്നെ മെയിൻ്റനൻസ്, ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു ചെറിയൊരു വീഡിയോ അതാണ് ഇന്നത്തെ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പുതിയ ആൾട്രോസിൻ്റെ റൈസർ വന്നു. ഇപ്പോൾ റൈസറും ഇതും തമ്മിൽ ഇതിനിപ്പം ഉണ്ടാവുമോ എന്നുള്ള ഡൗട്ടാണ്. കാരണം ടാറ്റ ഒഫീഷ്യലി റിലീവ് ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ചിലപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള, അതായത് ഈ ആൾട്രോസ് ഐ-ടർബോ, ഇനി ഐ-ടർബോ പ്ലസ് എന്നുള്ളതായിട്ടാണ് റൈസർ വരുന്നത്. അപ്പം അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസുകൾ കൂടുതലാണ്. സോ അതിൻ്റെ ഇപ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്ന മൈലേജ്, അതേപോലെ പവർ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, വെൽക്കം ടു ദ വീഡിയോ. 2021 ഡിസംബർ മാസത്തിലാണ് വണ്ടി നമുക്ക് ഡെലിവറി കിട്ടുന്നത്. ഏകദേശം 8,80,000 രൂപയോളം ഓൺ റോഡ് ചിലവാക്കി വന്നിട്ടുണ്ട്. പിന്നെ വണ്ടി എൻ്റെ അടുത്ത് കിട്ടുന്നത് ഒരു 18,000 കിലോമീറ്ററിലാണ് 6 മാസം ബാക്ക്. ഇപ്പോൾ ഏകദേശം ഒരു 30,000 കിലോമീറ്ററിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം 6 മാസം കൊണ്ട് ഞാനൊരു 12,000 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു. അപ്പം അളിയനോട് ചോദിച്ചപ്പം അളിയൻ വരുന്നു, വണ്ടി എടുക്കുന്നു, ഓടിക്കുന്നു, പിന്നെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിനോട് അങ്ങനെ ചോദിച്ചപ്പോൾ അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല. കാരണം ഡെയിലി യൂസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡ്രോബാക്ക് അതിലുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചോദിച്ചു എത്രയൊക്കെ മൈലേജ് ഒക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഒരു 13, 12 ആ റേഞ്ചൊക്കെയാണ് കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. തരക്കേടില്ലാത്ത മൈലേജ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ മൂപ്പർ അങ്ങനെ അത് നോക്കാറില്ല, മൈലേജും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടായിരിക്കാം. വണ്ടിൻ്റെ എൻജിൻ വൈസ് പറയുകയാണെങ്കിൽ നമുക്ക് 1 ലിറ്റർ ടർബോ എഞ്ചിനാണ് വരുന്നത്. ഏകദേശം 110 PS പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് 3 സിലിണ്ടർ എഞ്ചിനാണ്. ടർബോ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ വണ്ടി ഓടിച്ച് വന്നതുകൊണ്ട് തൊടുന്നില്ല, നല്ല ചൂടായിട്ട് കിടക്കുകയാണ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള, അതായത് ആ ഒരു ത്രോട്ടിൽ കിട്ടുക വെച്ചാൽ നല്ല അത്യാവശ്യം നല്ല 2000 to 3000 RPM നല്ല ത്രോട്ടിൽ കിട്ടുന്ന ഒരു എഞ്ചിനാണ്. നോർമൽ ഹാലജൻ ഹെഡ് ലാമ്പാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡ്യുവൽ ചേമ്പർ ആയിട്ട് അതിൽ ഡിമ്മും ബ്രൈറ്റും ആയിട്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്ററൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്, ആ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. DRL തൊട്ട് താഴെ വരുന്നുണ്ട്. DRLും ഫോഗ് ലാമ്പും കൂടിയായിട്ടാണ് ആ ഒരു യൂണിറ്റ് വരുന്നത്. പിന്നെ എയർ ഡാമൊക്കെ ഫ്രണ്ടിൽ എയർ ഡാമുണ്ട്. പിന്നെ ഒരു ഹണികോംബ് ഗ്രില്ലാണ് ഫ്രണ്ടിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ടാറ്റ എംബ്ലോം കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സൈഡ് പ്രൊഫൈലിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ അതേപോലെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഇവിടെ അതിൻ്റെ ബോഡിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് ഓട്ടോമാറ്റിക് ഫോൾഡിംഗ് ആണ് നമ്മുടെ മിറർ. പിന്നെ ഡോർ ഹാൻഡിലൊക്കെ സെയിം കളേർഡ് തന്നെയാണ്, ബോഡി കളേർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ റിക്വസ്റ്റ് സെൻസർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കീ ഹോൾഡറും കൂടി ഉണ്ട്. ദെൻ ഇവിടെ വരുന്നതിൽ ഈ ടൈപ്പ് ഹാൻഡിലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മിക്കവാറും കുറച്ചൊരു ഇപ്പോൾ പ്രായമായവർക്കൊക്കെയും അതേപോലെ തന്നെ എല്ലാം കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവരും ഇവിടെയാണ് കണ്ടുപഠിച്ചിട്ടുള്ളത്. ഇവിടെ കൊടുത്തത് കുറച്ച് കയറുന്നവർക്ക്, അതായത് ബാക്കിൽ ഇരിക്കുന്നവർക്കൊക്കെ അതേപോലെ തന്നെ കയറാൻ സമയത്ത് ഈ ഒരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസുകളൊക്കെ കൂടുതലാണ്. അത് ചിലപ്പോൾ അടുത്ത വേരിയന്റിലേക്ക് മാറ്റാനുള്ള ചാൻസ്, ഇപ്പോൾ റൈസർ വന്നപ്പോൾ മാറ്റിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അത് അവിടെ തന്നെയാണ് കിടക്കുന്നത്. ആൾട്രോസിന്റെ ഈ XT വേരിയന്റിലുള്ള പ്രശ്നമാണ് വെച്ചാൽ ഇതിന്റെ വീൽ സൈസ് വളരെ ചെറുതാണ്. ഈ വണ്ടീനെ കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ ഒരു ചെറിയൊരു ലുക്കിലും അതേപോലെ തന്നെ ഒരു കംഫർട്ടിലൊക്കെ കുറച്ചൊരു ഡിഫറൻസ് വരുന്നുണ്ട്. 14 ഇഞ്ചാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം XZ വേരിയന്റ് ഒക്കെ ആണെങ്കിൽ 15 16 ആണെന്നാണ് തോന്നുന്നത്. കുറച്ചുകൂടി ഒരു അപ്സൈസ് ആയിട്ട് അതേപോലെ നമ്മുടെ അലോയും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പിലുള്ളതാണ് ഇതിന്റെ മോസ്റ്റ് ഓൾ വേരിയൻസ്, അതായത് XZ വേരിയൻസിലൊക്കെ വരുന്നത്. സോ അതൊരു സ്റ്റൈലിങ്ങിന്റെ ഫാക്ടറും കൂടിയാണ്, പ്ലസ് കംഫർട്ടിന്റെ ഫാക്ടറും കൂടി അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ആൾട്രോസിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡ്രൈവിംഗ് കണ്ടീഷൻസിൽ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് വളരെ കുറവാണ്. അതൊരു 170 to 180 millimeters ഒക്കെ പറയുന്നുള്ളൂ. സോ അത് നമ്മുടെ ഡ്രൈവിംഗ് കണ്ടീഷൻ തീരെ യോജിച്ചതല്ല. ഇത് ഇത്രയേ ഉള്ളൂ. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്നത്, ഇപ്പോൾ ഇത് ലോഡ് ഇല്ലാത്ത ലെവലിലാണ്. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു എൻ്റെ കൈ ഇങ്ങനെ ഫുൾ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെച്ച് ചെയ്യാൻ പറ്റത്തില്ല, അത്രയും ലെവലിലുള്ളൂ. ഇപ്പോൾ ലോഡ് വന്നു കഴിഞ്ഞാൽ ഇതിലും താഴും. ഇനി ഒരു 20 മില്ലിമീറ്ററിൻ്റെ ഓളം ഇനിയും താഴ്ന്നു കഴിഞ്ഞാൽ 150 millimeters അടുത്തേക്ക് ഉണ്ടാവത്തുള്ളൂ. അത് വളരെ കുറവാണ്. ഇപ്പോൾ അടിതട്ടി കുറേ സമയങ്ങളിൽ അടിതട്ടുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ റോഡുകളിൽ ചില സ്ഥലത്തുള്ള കുഴികളിലൊക്കെ വീണ് കഴിയുമ്പോൾ എന്തായാലും അടിതട്ടും. ആൾക്കാർക്ക് എന്നുള്ള ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റയുടെ സർവീസ് എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ടാറ്റയുടെ സർവീസ് നമ്മൾ മാരുതിയായിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നിരുന്നാലും തരക്കേടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് വലിയ കുഴപ്പമില്ല. അതായത് നമ്മൾ വണ്ടി കൊണ്ടുപോകുന്നു, അവിടെ സർവീസിന് കൊടുക്കുന്നു, കൊടുത്തു കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് പോരുന്നു, പൈസയും കൊടുക്കുന്നു, കഴിഞ്ഞു പരിപാടി. അത്രേ ഉള്ളൂ. ആ സമയത്ത് അവർക്കുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു വീഡിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു സർവീസ്, മോശമായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ള റിവ്യൂസ് ഒന്നും നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. നമ്മുടെ കാര്യങ്ങൾ എല്ലാം പറയാനുള്ള ഒരു സംഭവങ്ങളൊന്നുമില്ല. അത് വെച്ച് കഴിഞ്ഞാൽ അവരോട് നമ്മൾ എക്സിക്യൂട്ടീവിനോട് കാര്യം പറയണു, എക്സിക്യൂട്ടീവ് നോക്കണു,
എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അത് കാര്യങ്ങളൊക്കെ ചെയ്ത് ണ്ട് എന്നുള്ളത് അവരുടെ ഒരു ചെക്ക് ലിസ്റ്റിൽ എഴുതി വെച്ചിട്ട് തരുന്നു. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. ഞാൻ ഇത്രയും കംപ്ലീറ്റ് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊരു വിളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ മാരുതിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ കംപ്ലീറ്റ് നമ്മളിപ്പം ഒരാളെ ഇവിടുന്ന് വിളിച്ചു, ഇപ്പം നമ്മുടെ സർവീസ് സെന്ററിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചിയിൽ നിന്നും പിന്നെ ഡൽഹിയിൽ നിന്നും പൂനെയിൽ നിന്നും അവിടുന്നൊക്കെ വിളി വരാറുണ്ട്. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ആളെ വിളിച്ച് വെറുപ്പിക്കലൊന്നും ഉണ്ടാവില്ല. നമ്മൾ കൊടുക്കുന്നു, ചെയ്യുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. ആ ഒരു പെർസ്പെക്റ്റീവില് വലിയ കുഴപ്പമില്ല. അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം. പക്ഷെ നമ്മുടെ ഒരു റിവ്യൂസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് കുറച്ചുകൂടി ഒരു നല്ലൊരു സുഖമുള്ളത് നമുക്ക് ഒരു കസ്റ്റമേഴ്സിന്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ. ഈ വണ്ടിയിൽ ചെറിയ ചെറിയ കംപ്ലൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നമ്മുടെ സർവീസിൽ റേസ് ചെയ്തിരുന്നു, ഈ പ്രോബ്ലംസ് ഒക്കെ. പക്ഷെ ഇതുവരെ അത് റെക്ടിഫൈ ചെയ്തിട്ടില്ല. ഇതിലിപ്പോൾ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഒക്കെ ഉണ്ട്. ഈ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അത് വണ്ടി നമ്മളൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഓടി കഴിഞ്ഞിട്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി അവിടെ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. പിന്നെ നമ്മൾ ക്ലച്ച് ക്ലച്ച് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഓൺ ആവും. ഇതാണ് മെക്കാനിസം എല്ലാവർക്കും അറിയാം. ഇതിന് വെച്ച് കഴിഞ്ഞാൽ ആ സ്വിച്ച് ഓഫാക്കി വെച്ച് കഴിഞ്ഞാലും ആ സാധനം കണ്ടിന്യൂസ് ആയിട്ട് വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മളത് ഓഫാക്കി വെച്ചിട്ട് വണ്ടി എവിടെയെങ്കിലും ട്രാഫിക്കിലൊക്കെ കൊണ്ടുപോയി നിർത്തിയിട്ടിട്ട് ആ സമയത്ത് അങ്ങോട്ട് ഓഫ് ആവും പെട്ടെന്ന്. അപ്പോൾ ആ സമയത്ത് എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്, ലാഗിങ് ഒക്കെ ഉണ്ടാവും. അപ്പോഴത്തേക്കും ബാക്കിൽ നിന്ന് ഹോൺ അടിയും കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അത് ഞാൻ റേസ് ചെയ്തു. പക്ഷെ അവർ ചെക്ക് ചെയ്തപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് കാണിച്ചത്. പക്ഷെ സ്റ്റിൽ അതിൽ ഇപ്പോഴും ആ ഒരു പ്രശ്നം പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഔട്ട്സൈഡുള്ള മണവും പിന്നെ അതേപോലെ തന്നെ ആ ഒരു എയറൊക്കെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഇപ്പോൾ ഈവൻ ഇഫ് നമ്മളിപ്പോൾ ഇൻസൈഡ് തന്നെയാണ് സർക്കുലേഷനിലാണ് വെച്ചേക്കുന്നത്. ഈ സംഭവം ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും നമ്മൾ പുറത്ത് ഇപ്പോൾ ആരെങ്കിലും അവിടെ പുകയിട്ടുണ്ടെങ്കിൽ ആ പുകേൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ആ പുക ഇങ്ങോട്ട് കയറിയിട്ട് ഇതും ഞാൻ റേസ് ചെയ്ത സംഭവമാണ്. ഈവൻ ഇപ്പോൾ ഈ സാധനം ഉള്ളിലുള്ള സർക്കുലേഷൻ ആണെങ്കിൽ പുറത്തുനിന്നുള്ളത് വെക്കാതിരുന്നിട്ടും ഈ ഒരു സംഭവം ഉണ്ട്. അപ്പം ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ AC എന്തോ ഒരു കണ്ടൻസറിന്റെ പ്രശ്നമാണെന്നോ എന്തോ അതിൻ്റെ ഉള്ളിൽ കൂടെ പമ്പിൻ്റെ ഒരു പ്രോബ്ലം ആണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം അത് അവർ ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ട് വിളിക്കാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 2 ആഴ്ചയായി സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുവരെ വിളി വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ വിളിച്ച് ഓർമ്മിപ്പിക്കേണ്ടി വരും. ഇതൊക്കെ ഉള്ളൂ സർവീസിലുള്ള ഒരു പ്രോബ്ലം. അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്ന രീതിയിൽ വിടാം. ഇതിലിപ്പോൾ നമ്മുടെ ഫാമിലിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് യാത്ര ചെയ്യുമ്പോഴൊക്കെ അവർ തരക്കേടില്ല, കുഴപ്പമില്ല എന്നേ പറയുന്നുള്ളൂ. ഇതൊരു ബക്കറ്റ് സീറ്റ്സ് ആയതുകൊണ്ട് ഇപ്പം നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ചെറുതായിട്ട് കയറാനും ഇറങ്ങാനൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നെക്സോണിൽ കയറുന്നത് പോലെ നമുക്ക് ആൾട്രോസിൽ കയറാൻ പറ്റത്തില്ല. കാരണം അതൊരു കുഴിയിലാണ് ഇരിക്കുന്നത്. ഓൾറെഡി ആ ഒരു ബക്കറ്റ് സീറ്റിൻ്റെ പ്രശ്നം കൂടിയാണ്. എന്ന് വെച്ചാൽ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേക്കാനാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അച്ഛനൊക്കെ കുറച്ച് തേയ്മാന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് കയറാൻ കുറച്ചൊരു ബുദ്ധിമുട്ടും ഇറങ്ങാൻ അതിനെക്കാട്ടി ബുദ്ധിമുട്ടും അനുഭവപ്പെടാറുണ്ട്. ബാക്കിയുള്ള യങ്സ്റ്റേഴ്സ് ആകുമ്പോൾ വലിയ കുഴപ്പമില്ല, കുട്ടികൾക്കാണെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. ഇപ്പോൾ ലോങ് ജേർണിക്കൊക്കെ ആണെങ്കിലും നമുക്ക് അത്ര ക്ഷീണം വരുന്നില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കോട്ടയം വരെയൊക്കെ ഞങ്ങൾ ഓടിച്ചിരുന്നു. ഇവിടെ നിന്ന് ഒരു 150-180 കിലോമീറ്റർ, 200-അടുത്ത് കിലോമീറ്റേഴ്സ് വരെ ഞങ്ങൾ ഓടിച്ചിരുന്നു. അത്യാവശ്യം തിരക്കേടില്ലാത്ത സ്റ്റെബിലിറ്റിയും തരുന്നുണ്ട്. കംഫർട്ട് ലെവലാണെങ്കിലും അത്യാവശ്യം നല്ലോണം ഉണ്ട്. അപ്പം അതിന് വലിയ കുഴപ്പമായിട്ട് ഇപ്പോൾ ഫാമിലിക്കാണെങ്കിലും തോന്നിയിട്ടില്ല. എക്സെപ്റ്റ് ഈ ഒരു പ്രോബ്ലം മാത്രം. ഈ പറഞ്ഞ പോലെ തന്നെ കയറാനും ഇറങ്ങാനുള്ള ചെറിയ ബുദ്ധിമുട്ട് ഓൾഡ് ഏജ് ആയിട്ടുള്ളവർക്ക്. ബാക്കിയെല്ലാം നോർമലാണ്. ടാറ്റയുടെ വണ്ടികളുടെ മൈലേജ് എന്ന് പറയുമ്പോൾ ഈ വണ്ടിക്ക് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെതായിട്ടുള്ള മൈലേജ് ഷോട്ട് എന്തായാലും കാണാറുണ്ട്. ഇപ്പം 1 ലിറ്റർ ടർബോ റിവോട്രോൺ എഞ്ചിനാണെന്ന് തോന്നുന്നു. ഇപ്പം അത്യാവശ്യം തരക്കേടില്ലാത്ത മൈലേജ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതായത് ഈ ഹൈവേസിലൊക്കെ ഒരു 16-17 വരെ കിട്ടിയിട്ടുണ്ട് പെട്രോൾ എഞ്ചിനായിട്ടും. ആവറേജ് കാണിക്കുന്നതാണേ. എനിക്ക് ഏകദേശം ആ ഒരു റേഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ തരക്കേടില്ലാത്ത എന്ന് പറയുമല്ലോ. ഇപ്പൊ ഈ ഒരു നെക്സോൺ യൂസ് ചെയ്തിട്ട് നെക്സോണിൽ എൻ്റെ അമ്മ ഭയങ്കര മൈലേജ് ഷോട്ടാണുള്ളത്. ഇപ്പൊ ഒരു 13-12 ഒക്കെയാണ് കിട്ടുന്നത്. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ 17 എന്ന് പറയുമ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. പിന്നെ ഇത് സിറ്റി ഡ്രൈവിങ്ങിലൊക്കെ പോകുമ്പോൾ വളരെ കുറവാണ്. 13, 14, 15 മാക്സിമം. അതായത് 13-14 കിട്ടത്തുള്ളൂ. അതിന്റെ മുകളിലൊന്നും പോകത്തില്ല. മിക്കവാറും അവര് കുറച്ചുകൂടി ഒന്ന് ഈ ഫ്യൂൽ എഫിഷ്യൻസിന്റെ കാര്യത്തിൽ ടാറ്റ കുറച്ചുകൂടി ഒന്ന് നിൽക്കുന്നത് നല്ലതായിരിക്കും. അതിലൊന്ന് കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല. ഡ്രൈവിംഗ് കംഫർട്ട് ആണെങ്കിൽ തന്നെ വണ്ടി ഒരു അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ലൊരു അപ്പിയറൻസ് ആണ് ഉള്ളത്. പിന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നല്ലൊരു സേഫ്റ്റി ഫീച്ചർ, അതായത് സേഫ്റ്റി തന്നെയാണല്ലോ ഇപ്പോൾ ടാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് കൂടുതലായിട്ടും. അപ്പൊ അതില് തിരക്കേടില്ലാത്ത സംഭവങ്ങൾ. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഇൻഫോർടൈൻമെന്റ് സ്ക്രീൻ ആണെങ്കിൽ അതില് നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഓവറായിട്ടുള്ള ഗിമിക്സ് ഒന്നും വേണമെന്നില്ല. അതായത് കുറെ വയർലെസ് ചാർജർ കാര്യങ്ങൾ അതിന്റെ ഒന്നും ആവശ്യം നമുക്ക് വരുന്നില്ല. പിന്നെ നമ്മൾ ഏത് സമയത്ത് യൂസ് ചെയ്യാറൊന്നുമില്ല. നമ്മുടെ ആവശ്യങ്ങൾ നടത്തുക. അതായത് ഫോൺ വരികയാണെങ്കിൽ ഫോൺ എടുക്കാനുള്ള സെറ്റപ്പുകൾ വെക്കുക. അത് ഹാൻഡ്സ് ഫ്രീ ആയിട്ട് ഫോൺ എടുക്കാനുള്ള സെറ്റപ്പ് വെക്കുക. പിന്നെ പാട്ട് കേൾക്കുന്നതിന് അങ്ങനെ ചെയ്യാം. അത്ര കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് ഓവറായിട്ടുള്ള പരിപാടികളൊന്നും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ വോയിസ് കമാൻഡ്സ് ഒക്കെ ഉണ്ട്. ഞാനിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അതിൽ ഓൾറെഡി ഉള്ള വോളിയം കൂട്ടാൻ AC ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക,
ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇവിടെ ആക്സസിബിൾ ആയിട്ട് നമ്മുടെ കൈ ഉള്ളതുകൊണ്ട് അടുത്തോളം കാലം നമുക്ക് അതൊക്കെ ചെയ്യാം. പിന്നെ അതിന് കുറച്ച് ഡിലേ ഉണ്ട്, ഈ വോയിസ് കമാൻഡിന്റെ ഒരു സോഫ്റ്റ്വെയറിന്റെ ഒരു ഡിലേ ഒക്കെ എങ്ങനെയാലും ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് യൂസ് ചെയ്ത് നമ്മൾ സംതൃപ്തരായിട്ട് ഇങ്ങനെ പോകണം. അപ്പൊ നമുക്ക് ഇതിന്റെ ത്രോട്ടിലൊന്ന് കൈകാര്യം ചെയ്ത് നോക്കാം. ഒരു 0 to 100 നമുക്കൊന്ന് കയറ്റി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 2021 ആൾട്രോസ് XT വേരിയന്റിന്റെ അവസ്ഥ. അപ്പം ഈ വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്, ഇപ്പം റൈസർ വന്നതുകൊണ്ട്. ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ഇപ്പോൾ 6 മാസം കൊണ്ട് വലിയ തരക്കേടില്ലാത്ത എക്സ്പീരിയൻസ് എന്നേ പറയാനുള്ളൂ, എക്സെപ്റ്റ് ഫോർ ദ സർവീസ്. മൈലേജ് തന്നെ ഇതേപോലത്തെ വണ്ടികൾക്ക് എന്തായാലും കുറവായിരിക്കും. സർവീസും കൂടി വെച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ടാറ്റയ്ക്ക് കുറച്ചുകൂടി നല്ലൊരു സെയിൽസും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവാൻ, സെയിൽസിനൊത്തുള്ള സർവീസ് അവർ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഓക്കെ, താങ്ക് യു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.